രണ്ട് ഭാഗത്തും മിസ്റ്റേക്കുകൾ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതാണെങ്കിലും കുറെ മിസ്റ്റേക്കുകളും നല്ല മിസ്റ്റേക്കുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും നല്ല മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അവളും എന്നോട് ക്ഷമ പറഞ്ഞു ഇതിനകത്ത് ഒരാളൊരു തെറ്റ് ചെയ്ത് അതിനെ ഏറ്റു പറഞ്ഞ അത്ര ഇതൊന്നും ഇല്ല. നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെടുത്ത് നമ്മൾ തെറ്റ് ഏറ്റു പറയുന്ന അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പൊറുക്കാൻ തയ്യാറാണ്. അവരും പൊറുക്കാൻ തയ്യാറായി. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവളുടെ അടുത്ത് ഏറ്റു പറഞ്ഞു. വി ആർ ഇൻ ലവ് എല്ലാവർക്കും അറിയാം. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കുറച്ച് ദിവസം മുമ്പേ വി ആർ ഇൻ ലവ് എന്ന് പറയുന്നവരെ കുറിച്ച് പ്രതികരിച്ച ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നാ പൊങ്കാലയുടെ എന്നാ നീ കാര്യം പറഞ്ഞിട്ട് സംസാരിടാ, നീ ആരുടെ ഇവരെ പറ്റി പറയാൻ എന്നൊക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ കുടുംബണ്ണ കുറെ ഇറക്കും, നമ്മുടെ വാരസിൽ പറഞ്ഞത് കുടുംബണ്ണ കുറെ ഇറക്കും അതമാതിരി. അപ്പോൾ നമ്മുടെ ഈ കൊറോണ സമയത്തൊക്കെയാണ് ഇവര് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവസാനം അനിയനും ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവസാനം അമ്മ ഉൾപ്പെടെ ഇവർക്ക് ഓരോ ചാനൽ ഉൾപ്പെടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞ് അടിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ചേട്ടൻ പ്രശ്നം പറയുമ്പോൾ അടുത്ത് അനിയ അതിനുള്ള റിപ്ലൈ പറയും, അനിയ റിപ്ലൈ പറയുമ്പോൾ അടുത്ത അമ്മ ഇതിനുള്ള റിപ്ലൈ ഇപ്പുറത്തുനിന്ന് വേറെ ചാനലാണെന്ന് പറയും. അപ്പം എല്ലാവരും ഇങ്ങനെ ചാനൽ കണക്ട് ചെയ്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ വീണ്ടും ഞാനൊരു കാര്യം പറയാം, പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ പബ്ലിക് സ്പേസിൽ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നാറത്തേ ഉള്ളൂ, നാറാണത്ത് ആവും. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്ന് എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, കുടുംബം വീണ്ടും കുറേ എടുക്കും. അതുകൊണ്ട് നമുക്ക് വി ആർ ഇൻ ലവ്, അതായത് ചേട്ടൻ ബായും ചേട്ടൻ്റെ വൈഫും പറയുന്നത് നമുക്കൊന്ന് കേട്ട് തുടങ്ങാം. നമ്മളെ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു വിഷയമാണ്. അപ്പം സാറിന് അത് മുൻകൈ എടുത്ത് തീർക്കണമായിരുന്നു. എല്ലാം ഞങ്ങൾ മൂന്നാമത്തെ തവണ അവിടെ പോകുന്നത്. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അപ്പം അങ്ങനെ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം. രണ്ട് ഭാഗത്തും മിസ്റ്റേക്കുകൾ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതാണെങ്കിലും കുറെ മിസ്റ്റേക്കുകളും നല്ല മിസ്റ്റേക്കുകളുണ്ട്, അവരുടെ ഭാഗത്തു നിന്നും നല്ല മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാറ് മുൻകൈ എടുത്ത് അവരെ വിളിച്ചു ഇവിടെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ ഇരുത്തി സംസാരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിച്ചു, നല്ലപോലെ സംസാരിച്ചു. അവരും കരയേണ്ട സാഹചര്യങ്ങളുണ്ട്, നമ്മളും കരയേണ്ട, നമുക്ക് വിഷമങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പം നമ്മളിപ്പോ എറിഞ്ഞ കല്ല് തിരിച്ചു പിടിക്കാൻ പറ്റുമല്ലോ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കുറെ അങ്ങോട്ട് മാറും അല്ലേ? അത് രണ്ട് കൂട്ടരും ഒരേപോലെ തീരുമാനിക്കണം. നമുക്കിപ്പം പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും എറിഞ്ഞ കല്ല് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, അട്ടയെ പിടിച്ച് മെത്തേക്കടത്തെ കിടക്കത്തില്ല, ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തോ വലിയ പ്രശ്നമുണ്ട് ഇവർക്കിടയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ തുടങ്ങിയിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വിളിച്ചു പറയുകയും അവസാനം പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് പരിഹരിച്ചു. പക്ഷേ ഈ കുടുംബ കോടതിയിലൊക്കെ പോയി സ്റ്റേഷനിൽ പോയി പരിഹരിക്കുന്നതിനേക്കാളും നന്നായിട്ടാണ് നിങ്ങളിവിടെ കണ്ടന്റ് ഇട്ട് റീച്ച് ഉണ്ടാക്കി പരിഹരിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ നിങ്ങളെയൊക്കെ കണ്ടിരുന്ന ആ പ്രേക്ഷകരുടെ ആ ഒരു ക്യൂരിയോസിറ്റി, അവരുടെ ആ ഒരു ക്ഷമയാണ് ഞാനിവിടെ അന്തം വിട്ട് നോക്കുന്നത്. എങ്ങനെ കാണുന്നത്? ഇവിടെ നിന്ന് ഒരു പ്രശ്നം പറഞ്ഞ് നിങ്ങളുടെ ചാനലിൽ നിന്ന് കണ്ടിട്ട് അവിടെ പോയി അതിന്റെ റിപ്ലൈ ഇപ്പുറത്തെ ചാനലിൽ നിന്ന് കണ്ടിട്ട് അടുത്ത അതിന്റെ റിപ്ലൈ ഇപ്പുറത്തെ ചാനലിൽ നിന്ന് കണ്ടിട്ട് ഈ പ്രേക്ഷകരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തോ അന്ധമായ നിങ്ങൾ വിശ്വസിക്കുന്ന കുറെ പ്രേക്ഷകർ. ഓക്കെ, കണ്ടിന്യൂ. എല്ലാവരുമായിട്ട് ഒത്തിരി നമ്മൾ സംസാരിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാത്രം പോരല്ലോ, എതിർവശത്ത് ഇരിക്കുന്നവർക്ക് വേണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് ഇപ്പൊ എനിക്കും അച്ഛനും ഉള്ള പോലെ തന്നെ അമ്മൂനും വിഷ്ണുചേട്ടനും ഉണ്ടായിരുന്നു. ഒന്നിച്ച് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുള്ളതുകൊണ്ട് മാത്രമാണ് സന്തോഷത്തോട് പോയത്. ഇല്ല ഇനി വേണ്ട ശത്രുക്കളോട് പോയാൽ മതി പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചും അങ്ങനെ ഒരിക്കലും എല്ലാവരും ചോദിച്ചാൽ എങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ചു പോകാൻ പറ്റും. ഞാൻ അവളെ വാവേനെ കണ്ടേക്കാൾ ഒരു പടി കൂടുതലാണ് കണ്ടെന്നുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവളെ അനിയത്തിന്ന് കണ്ട ഇതാണ്. അവളും ചേച്ചി എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ എന്നെ കുഞ്ഞിനെ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ അങ്ങളുടെ ഭാര്യ നമ്മൾ അങ്ങനെ ഒരു ബന്ധത്തിലാണ് പോയത്. അപ്പം അവളും എന്നോട് ക്ഷമ പറഞ്ഞു ഇതിനകത്ത് ഒരാളൊരു തെറ്റ് ചെയ്ത് അതിനെ ഏറ്റു പറഞ്ഞ അത്ര ഇതൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെടുത്ത് നമ്മൾ തെറ്റ് ഏറ്റു പറയുന്ന അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പൊറുക്കാൻ തയ്യാറാണ്. അവരും പൊറുക്കാൻ തയ്യാറായി. തെറ്റ് ചെയ്തെങ്കിൽ ഏറ്റു പറയണം. ഇല്ല, ഞാൻ അതിൽ വേറെ ഒബ്ജക്ഷൻ ഒന്നുമില്ല. തെറ്റ് ചെയ്താൽ ഏറ്റു പറയണം ഉള്ള കാര്യം. പക്ഷെ നിങ്ങൾ എല്ലാവരും ഓരോ ചാനലും തുടങ്ങിയത് ഏറ്റു പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ഫാമിലി ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അടിയും വഴക്കുമായിട്ടൊക്കെ തുടങ്ങി ഓരോ ചാനൽ തുടങ്ങിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഓക്കെയാണ്, ഫൈൻ. ഓക്കെ ഫൈൻ, നിങ്ങൾ സംസാരിച്ചോളൂ. നിങ്ങൾക്ക് നല്ല കണ്ടന്റാണ്, റീച്ചാണ്, മണിയാണ്, എല്ലാം ആണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളുടെ കാര്യമാണ്. ഈ കുട്ടികൾ ഇങ്ങനത്തെ ഈ നാറിയ ഫൈറ്റ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുക. ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളുടെ അവസ്ഥകളൊന്നും ചിന്തിച്ചിട്ടുണ്ട്. ടീച്ചർമാർ തന്നെ എന്ത് വിചാരിക്കുക, ഇങ്ങനത്തെ ഒരു ഫാമിലി എന്നേ വിചാരിക്കത്തുള്ളൂ. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എല്ലാ കുടുംബങ്ങളും ഉണ്ട്. പ്രശ്നമില്ലാത്ത കുടുംബം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കണം. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒറ്റയ്ക്ക് മാത്രം ഇരുന്നാൽ മതിയില്ല. അല്ലാതെ കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാകും. കാരണം രണ്ട് അഭിപ്രായം വരുമ്പോൾ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കൊണ്ടുവന്ന് പബ്ലിക്കിൻ്റെ ഇടയിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ അവസാനം വന്നിരുന്ന് കുടുംബണ്ണ കുറേ എടുക്കുമോ, ഞാൻ നിങ്ങളെല്ലാം നിർത്തി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
പിന്നെ ഒരു കാര്യം, എന്തായാലും നിർത്താൻ തീരുമാനിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂ. ബാക്കിയേക്കാം. പിന്നെ നമ്മളിപ്പോ 2 വർഷം ആകുമ്പോൾ മെയ് ആകുമ്പോൾ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പോ കാണാനായിട്ടൊക്കെ ഒരുമിച്ച് വിധി ഉണ്ടാവട്ടെ. എന്തായാലും കാണാൻ എല്ലാവരും വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു, സുധാമയുടെ കഥ സംസാരിച്ചു, അതെല്ലാം ഓക്കെ ഇനിയിപ്പോ മുറിവുകൾ 2 ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ പാടുകളോട് നയിക്കാനായിട്ട് കുറച്ച് സമയം 2 കൂട്ടർക്ക് വേണം. അത് അങ്ങനെ മാറിക്കോളും. ഇതിനിടയ്ക്ക് കളിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പൊ 1 hour വരെ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി വീണ്ടും വീണ്ടും തല്ലിക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സ്നേഹിച്ചിരുന്ന ആളുകൾ അത് കമന്റ് ബോക്സിൽ കാണുമ്പോൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കമന്റ് ബോക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരാണെന്ന്. അപ്പൊ ഞാന് അമ്മു വിഷ്ണു തമ്മിൽ ഇനി യാതൊരു അപ്പൊ അവരെ തമ്മിലൊന്നും യാതൊരു വിഷയമില്ല. പക്ഷെ ഇവിടെ ഒരു ഫേക്ക് ഐഡിയുടെ കാര്യം പറഞ്ഞല്ലോ. ആൾക്കാർ ഫേക്ക് ഐഡി തുടങ്ങി തമ്മിലടിക്കാൻ വേണ്ടി കമന്റ്സ് ഇടുന്നു. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കൊടുത്ത് നിങ്ങളല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡി അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും? എനിക്ക് അതിലൊന്നും ഭയങ്കര ഇതൊന്നുമില്ല കേട്ടോ. ഫേക്ക് ഐഡി ഉണ്ടാകാറുണ്ട്. പക്ഷെ നിങ്ങളെ കുടുംബങ്ങൾ തമ്മിൽ അടിച്ചിട്ട് ലാഭം ഉണ്ടാവുന്ന ഫേക്ക് ഐഡി എനിക്കറിയില്ല. എന്തായാലും ആളുകൾക്ക് നിങ്ങളൊരു കണ്ടന്റ് ഇട്ട് കൊടുത്തല്ലേ, മീൻസ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് പബ്ലിക്കിനിടയിൽ ഇട്ടിട്ട് അവരെ അഭിപ്രായം പറഞ്ഞല്ലേ, അത് കേൾക്കാനുള്ള അർഹതയുണ്ട്. അവരെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമല്ലോ ഈ ഫേക്ക് ഐഡി ഇട്ടെന്ന് പറഞ്ഞത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കണ്ടേ, ഇപ്പം തള്ളി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. മറ്റേ യേശു ക്രിസ്തുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ അവസാനം സബ്സ്ക്രൈബേഴ്സിനെയും തള്ളി പറഞ്ഞു. ചിരി എന്നെ അന്ന് ഞാൻ കുറച്ച് പറഞ്ഞപ്പോ എന്തരായിരുന്നു ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി എന്റെ വെക്കിട്ടൊന്ന് കയറിയത്? എന്തരപ്പി അന്ന് ഞാൻ മറ്റെന്താ വലിയ സംഭവം പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ട് നീ അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യടാ, അല്ലാതെ നീ എന്തോന്നടാ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ആയിരുന്നല്ല. ഇപ്പൊ നിങ്ങളെ കൂടി തള്ളി പറഞ്ഞു. കേള് ബാക്കിയൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ഷമിച്ചു. പുറത്തു തീർന്നു. എല്ലാ കാര്യങ്ങളെല്ലാം തീർന്നു. കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി. നമ്മൾ നെഗറ്റീവ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും, അവർ നെഗറ്റീവ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞിനെ ബാധിക്കും. അപ്പൊ അത് ആ കുഞ്ഞുങ്ങളുടെ ലൈഫിനെ നല്ലപോലെ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. പെട്ടെന്നൊരു രാത്രിയിൽ പെട്ടെന്നൊരു നിമിഷത്തിൽ എങ്ങനെ ഒരു പ്രശ്നം ഇത്രയും കോംപ്രമൈസ് ചെയ്ത് കെട്ടിപ്പിടിക്കാം എന്നൊരു ചിന്ത വന്നാൽ ഇത് ബന്ധമാണ്, രക്തബന്ധമാണ്. അത് അവർ തമ്മിൽ റിയൽ ആയിട്ടുള്ള സ്നേഹമായിരുന്നു. തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി ഞങ്ങൾക്ക്. ഇതുവരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. 2 വർഷം നമ്മൾ ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി കുറച്ചുപേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മനസ്സിലെ ഈഗോയും വാശിയും കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടേയിരുന്നു. അപ്പൊ വീണ്ടും വൈരാഗ്യം കൂടുക, സംസാരിക്കുക അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ്. ഇപ്പോഴെങ്കിലും തലയ്ക്കകത്തെങ്കിൽ കുറച്ചെങ്കിലും ബോധം വീഴുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. കാരണം പിള്ളേരുടെ കാര്യമെങ്കിലും ഇപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചല്ലോ. ഇവിടെ കിടന്ന അടികൂടി കുളം തോണ്ടിയപ്പോൾ ആലോചിച്ചില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, കുട്ടികളുടെ ഭാവി ബാധിക്കും എന്നൊരു ബോധം വീഴുന്നത് വളരെ നല്ല കാര്യം. ഇതൊക്കെ കുറച്ച് നേരത്തെ വേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഈ ഫാമിലിക്ക് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്തിനാണ് പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ടിടുക? പിന്നെ ചിലവർ വേറെ ടീംസ് ഉണ്ട്, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ ആണോ എന്നെനിക്ക് സംശയം ഇല്ലാതില്ല. എങ്കിലും ഓക്കെ ഫൈൻ. ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യും, കുഴപ്പമില്ല. സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞ് അത് നിങ്ങളെയും ബാധിക്കും, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നിങ്ങളെയും ബാധിക്കും, നിങ്ങളുടെ ഫാമിലിയും ബാധിക്കും, നിങ്ങളുടെ കുട്ടികളെയും ബാധിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇമാതിരി പരിപാടിക്ക് പോകാതിരിക്കും. അത് പിന്നെ നല്ല വള്ളിയാകും. കാലക്രമേണ അത് വള്ളിയിലോട്ടേ പോകും. ഇനിയെങ്കിലും തെറ്റും ഈ കോപ്പ് പരിപാടികളൊക്കെ നിർത്തിയിട്ട് അല്ലെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് സീരിയലുകൾ സ്ക്രിപ്റ്റ് എടുക്കുന്നില്ലേ, സ്ക്രിപ്റ്റ് എടുത്ത് അവിടെ ചെയ്യുന്നില്ലേ? അതുപോലെ നിങ്ങൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ദിവസം മുതൽ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ആകുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി അടി വയ്ക്കും. അതിൽ അന്തസ്സുണ്ട്. ബാക്കിയൊക്കെ ഇനി ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവത്തില്ല. ഇതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കും കുറച്ച് നാളായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. എല്ലാവരോടും മാപ്പ് പറയുന്നത് കേട്ടോ. കുറച്ച് പേരൊക്കെ പറയുന്നത് പുതിയ നാടകങ്ങൾ തുടങ്ങി. നമുക്ക് അങ്ങനത്തെ ഒരു വരുമാനമോ കാര്യങ്ങളോ വേണ്ട. നമുക്ക് വേറെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. എല്ലാവരെയും ഇപ്പൊ അമ്മൂനെയൊക്കെ ആണെങ്കിലും അവരും യൂട്യൂബ് തന്നെയാണ്. അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘട്ടം ഇത് തന്നെയാണ് യൂട്യൂബ്. അവർക്ക് ഇപ്പോൾ വേറെ ബിസിനസ് കാര്യങ്ങൾ വേറെ വരുമാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുവായാലും നല്ലപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം ഇതോടെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് ഇതുപോലെ തന്നെ സന്തോഷത്തോടെ തന്നെ പോകും. നമ്മുടെ വെൽവിഷേഴ്സ് ആരൊക്കെയാണെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ അമ്മൂനെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ സങ്കടം കാരണം വിഷമം പറഞ്ഞവരെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചു, അമ്മൂനോട് സോറി പറഞ്ഞേക്കണം. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ അവളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് അവളെ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നതിൽ ഒത്തിരി എല്ലാവരും സ്നേഹിക്കും. എന്തായാലും ഈ പറഞ്ഞ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും കൂടി വേണം, മനസ്സിലായ? അല്ലാതെ വാക്കുകൾ കൊണ്ട് മാത്രം എല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ട് നാളെ അടുത്ത ആഴ്ച പോലെ വീണ്ടും ബാക്കി അടുത്തിടുന്ന വീഡിയോസിന് റീച്ച് ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയല്ല വരേണ്ടത്, മനസ്സിലായ? വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് ഇതൊക്കെ വെച്ച് നിർത്തിയിട്ട് അത്യാവശ്യം നല്ല പരിപാടികളൊക്കെ ചെയ്ത് പോ
എത്ര ഫാമിലി വ്ളോഗ്സ് കണ്ടന്റുകൾ ചെയ്യുന്നു. കുറച്ച് റീച്ച്, കുറച്ച് പൈസ കുറഞ്ഞാലും കുഴപ്പമില്ലടോ. കിട്ടുന്നത് നല്ല അന്തസ്സോടെ, മീൻസ് ഇതുപോലത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് പബ്ലിക്കിൽ ഇട്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ചെയ്യും, സീരിയലുകൾ ചെയ്യുന്നില്ലേ സ്ക്രിപ്റ്റ്, എത്ര അമ്മമാർ അത് കണ്ട് കരയുന്നു, അതുപോലെ ഇരുന്ന് കരയും, കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ചുമ്മാ എന്തിനാ വള്ളി കേസുകൾ പിടിച്ചു വയ്ക്കുന്നത്? ചുമ്മാ ഇത് നാളെ നിങ്ങളെ കുടുംബത്തിനെ തന്നെ ബാധിക്കും മോശമായ രീതിയിൽ. ഒരിക്കലും നല്ല രീതിയിൽ ബാധിക്കത്തില്ല, മോശമായ രീതിയിലേ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇമാതിരി പരിപാടികളൊന്നും കാണിക്കാതിരിക്കും, ഏതൊരു ഫാമിലി വ്ളോഗർ ആയാലും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.